ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, ഗലീലി കടലിന്റെ മറ്റൊരു പേര്? ഉത്തരം തിബേരിയാസ്. അടുത്ത ചോദ്യം, ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയ യേശുവിനെ വലിയ ഒരു ജനക്കൂട്ടം അനുഗമിക്കാൻ കാരണം? ഉത്തരം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. അടുത്ത ചോദ്യം, ഗലീലി കടലിന്റെ മറുകരയിൽ യേശു എവിടെയിരുന്നു, ആരോടൊപ്പം ഇരുന്നു എന്നാണ് യോഹന്നാൻ 6:3 പറയുന്നത്? ഉത്തരം യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. അടുത്ത ചോദ്യം, യഹൂദരുടെ ഏതു തിരുനാൾ അടുത്തതിനെ കുറിച്ചാണ് യോഹന്നാൻ 6:4 പറയുന്നത്? ഉത്തരം പെസഹ തിരുനാൾ. അടുത്ത ചോദ്യം, യേശു കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ആര് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു എന്നാണ് യോഹന്നാൻ 6:5 പറയുന്നത്? ഉത്തരം ഒരു വലിയ ജനതതി. അടുത്ത ചോദ്യം, ഏതു ശിഷ്യനോടാണ് ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അപ്പം വാങ്ങുന്ന കാര്യം യേശു അന്വേഷിച്ചത്? ഉത്തരം പീലിപ്പോസിനോട്. അടുത്ത ചോദ്യം, എന്തിനാണ് പീലിപ്പോസിനോട് ഭക്ഷണത്തിന്റെ കാര്യം യേശു ചോദിച്ചത്? ഉത്തരം അവനെ പരീക്ഷിക്കാൻ വേണ്ടി. അടുത്ത ചോദ്യം, ഭക്ഷണം കൊടുക്കാൻ എന്തു ചെയ്യണമെന്ന് നേരത്തെ മനസ്സിൽ കരുതിയിരുന്ന യേശുവിനോട് പീലിപ്പോസിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനും ഉണ്ടെന്ന് ആരാണ് യേശുവിനെ അറിയിച്ചത്? ഉത്തരം ശിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. അടുത്ത ചോദ്യം, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? അത് എന്ത്? ആരുടെ വാക്കുകൾ? ഉത്തരം 5 അപ്പവും 2 മീനും, അന്ത്രയോസിന്റെ വാക്കുകൾ. അടുത്ത ചോദ്യം, 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് കേട്ട യേശു എന്തു പറഞ്ഞു? ഉത്തരം ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. അടുത്ത ചോദ്യം, എത്രത്തോളം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു? ഉത്തരം 5000-ഓളം. എന്തു ചെയ്ത ശേഷമാണ് യേശു അപ്പം വിതരണം ചെയ്തത്? ഉത്തരം അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട്. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? ഉത്തരം ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം സ്വീകരിക്കുവിൻ. അടുത്ത ചോദ്യം, 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ഉണ്ടായിരുന്നു? ഉത്തരം 12 കുട്ട നിറയെ. അടുത്ത ചോദ്യം, അപ്പം വർദ്ധിപ്പിച്ച് അത്ഭുതം കണ്ട ജനങ്ങൾ എന്ത് പറഞ്ഞു? ഉത്തരം ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അടുത്ത ചോദ്യം, അപ്പം വർദ്ധിപ്പിച്ച ശേഷം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു എന്ത് ചെയ്തു? ഉത്തരം യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. അടുത്ത ചോദ്യം, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 4 ശീർഷകങ്ങൾ. അടുത്ത ചോദ്യം, യേശുവില്ലാതെ ശിഷ്യന്മാർ മാത്രമായി വള്ളത്തിൽ കയറി എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഉത്തരം കഫർനാമിലേക്ക് പുറപ്പെട്ടു. അടുത്ത ചോദ്യം, കടൽ ക്ഷോഭിക്കാൻ കാരണമെന്ത്? ഉത്തരം ശക്തിയായ കാറ്റടിച്ചിരുന്നതുകൊണ്ട്. അടുത്ത ചോദ്യം, എത്ര ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടത്?
ഉത്തരം 25 30 സ്ഥാദിയോൺ ദൂരം. അടുത്ത ചോദ്യം, യേശു കടലിനു മീതെ നടക്കുന്നത് കണ്ട ശിഷ്യന്മാരുടെ പ്രതികരണം. ഉത്തരം, അവർ ഭയപ്പെട്ടു. ഞാൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാരോട് യേശു എന്ത് പറഞ്ഞു? ഉത്തരം, ഞാനാണ്, ഭയപ്പെടേണ്ട. അടുത്ത ചോദ്യം, യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ശിഷ്യന്മാർ ആഗ്രഹിച്ചെങ്കിലും എന്തു സംഭവിച്ചു? ഉത്തരം, പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അടുത്ത ചോദ്യം, കടലിന്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഏവ? 1. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2. ശിഷ്യന്മാരോടുകൂടെ യേശു അതിൽ കയറിയിരുന്നില്ല. 3. ശിഷ്യന്മാർ തനിയെയാണ് പോയത്. അടുത്ത ചോദ്യം, കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് യേശുവോ ശിഷ്യന്മാരോ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി എവിടെ എത്തി? ഉത്തരം, കഫർനാമിലെത്തി. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ ജനങ്ങൾ ചോദിച്ചത് എന്ത്? ഉത്തരം, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? അടുത്ത ചോദ്യം, ജനങ്ങൾ യേശുവിനെ അന്വേഷിച്ചപ്പോൾ യേശുവിന്റെ മറുപടിയായി യോഹന്നാൻ 6:26 പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അടുത്ത ചോദ്യം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്തു ചെയ്യണം? ഉത്തരം, മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അടുത്ത ചോദ്യം, നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. കാരണം എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അധികാരമുദ്ര വച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്തു ചെയ്യണം? യേശുവിന്റെ മറുപടി എന്ത്? ഉത്തരം, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യോഹന്നാൻ 6:30 ജനങ്ങൾ എന്താണ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം? ഉത്തരം, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അടുത്ത ചോദ്യം, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, ജനങ്ങൾ യേശുവിനോട് ചോദിക്കുന്നതാണിത്. അടുത്ത ചോദ്യം, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്ത്? ഉത്തരം, യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്റെ പിതാവാണ്. അടുത്ത ചോദ്യം, ദൈവത്തിന്റെ അപ്പം എങ്ങനെയുള്ളതാണ്? ഉത്തരം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അടുത്ത ചോദ്യം, 25 30 സ്ഥാദിയോൺ എത്ര ദൂരം വരും? ഉത്തരം, 5 6 കിലോമീറ്റർ വരെ. അടുത്ത ചോദ്യം, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് പറഞ്ഞ ജനങ്ങളോട് യേശുവിന്റെ മറുപടി എന്ത്? ഉത്തരം, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്തു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് യേശു ജനങ്ങളോട് പറയുന്നത്? ഉത്തരം, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന്.